ഹായ് ഹലോ വെൽക്കം ടു നിർവിൻസ് മോം. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് അണ്ടർ സ്കേർട്ട് ഇട്ടിട്ട് നല്ല ഷേപ്പോടെ സാരി ഉടുക്കുന്നതിൻ്റെ ടിപ്സ് ഒന്ന് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ അതൊക്കെ പറഞ്ഞു തരാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഈ ഒരു സാരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഒതുക്കി നല്ല വൃത്തിയായിട്ട് ഉടുക്കാമെന്ന് നോക്കാം. സാരി ഉടുക്കുന്ന ടിപ്സ് നോക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അണ്ടർ സ്കേർട്ടിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ രണ്ട് അണ്ടർ സ്കേർട്ട് ഇട്ടിട്ട് എങ്ങനെയാണ് സാരി ഉടുക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ രണ്ട് അണ്ടർ സ്കേർട്ട് എടുത്തിട്ടുണ്ട്. രണ്ടും രണ്ട് കളറായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ സാധാരണ സാരി ഉടുക്കുന്ന സമയത്ത് ഏകദേശം ആ ഒരു സാരിയുടെ സെയിം കളർ വരുന്ന ഒരു അണ്ടർ സ്കേർട്ടാണ് പുറത്തായിട്ട് ഉടുക്കുന്നത്. അതിനുള്ളിലായിട്ട് നമുക്കൊരു ക്രീം കളറോ അല്ലെങ്കിൽ ഡാർക്കോ ഏതെങ്കിലും കളർ വേണമെങ്കിൽ നമുക്ക് ഉടുക്കാം. അപ്പോൾ ഉടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടും സെയിം ലെന്ത് ആണെങ്കിൽ ചിലപ്പോൾ അകത്ത് ഡിഫറെൻറ്റ് കളർ ആകുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്തൊക്കെ കാണാം. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പുറത്തുടുക്കുന്ന അണ്ടർ സ്കേർട്ടിനേക്കാളിൽ കുറച്ച് ലെന്ത് കുറവുള്ള ഒരു സ്കേർട്ട് അകത്തുടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ സെയിം ലെന്തിലുള്ള അണ്ടർ സ്കേർട്ട് തന്നെയാണുള്ളതെങ്കിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അകത്തുടുക്കുന്ന അണ്ടർ സ്കേർട്ട് ഉടുക്കുന്നതും കൂടെ നമുക്ക് നോക്കാം. അകത്തുടുക്കുന്ന അണ്ടർ സ്കേർട്ട് അല്പം ലൂസായിട്ട് വേണം നമ്മൾ ഉടുക്കാനായിട്ട്. അപ്പോൾ ഈ ഉടുക്കുന്ന സമയത്തും ഒന്നുകിൽ നമുക്ക് കുറച്ച് താഴത്തായിട്ട് ഉടുക്കണം. അപ്പോൾ ഇത്രയും ലെന്തിൻ്റെ ആവശ്യമില്ല അകത്ത് ഉടുക്കുമ്പോൾ. അപ്പോൾ നമുക്കത് ഇത്രയും കുറച്ച് വേണം ഉടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിനെ ഒരു കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ആ കെട്ട് നമ്മൾ ഒരുപാട് ടൈറ്റ് ആവാത്ത രീതിയിൽ അല്പം ലൂസാക്കിയിട്ട് വേണം നമ്മൾ കെട്ടാനായിട്ട്. കാരണം നമ്മൾ പുറത്തുടുക്കുന്നതിനേക്കാട്ടിലും ലെന്ത് കൂടുതലാണ്. അതുകൊണ്ട് ഇത്രയും ലൂസാക്കി ഉടുത്തിട്ട് നമുക്ക് ഒരുപാട് അങ്ങ് താഴേക്ക് എന്നാൽ ഊരിപ്പോവുകയും ചെയ്യില്ല. ആ രീതിയിലായിരിക്കണം നമ്മളിത് കെട്ടേണ്ടത്. കാരണം നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുക്കുന്ന സമയത്ത് വണ്ണമില്ലാത്തവരുടുത്താലും അവർക്ക് ആ ഒരു ഷേപ്പ് കിട്ടാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. വണ്ണം ഉള്ളവരാണെങ്കിൽ ഇത്രയും നമ്മൾ മടക്കണമെന്നില്ല. അപ്പം വണ്ണം കുറവുള്ളവർക്കാണെങ്കിൽ ആ ഒരു പിയർ ഷേപ്പൊക്കെ കിട്ടാനായിട്ട് നല്ല ഷേപ്പിൽ സാരി ഉടുത്ത് വരാനായിട്ടാണ് ഇങ്ങനെ നമ്മൾ മടക്കുന്നത്. അപ്പോൾ എത്രയും നമുക്ക് ആ ഒരു വീതി വേണോ അതനുസരിച്ചിട്ട് നമുക്കത് മടക്കി കൊടുക്കാം. അപ്പോൾ മടക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 4 സൈഡിലും ഏകദേശം ഒരേ ലെന്തിൽ തന്നെ ആയിരിക്കണം നമ്മൾ മടക്കി കൊടുക്കേണ്ടത്. ഇങ്ങനെ മടക്കി കൊടുത്ത് ഒരുപാട് അങ്ങനെ വീർത്ത് നിൽക്കുന്ന പോലെ ആവരുത്. നന്നായിട്ട് ഫ്ലാറ്റ് ചെയ്തിട്ട് വേണം നമ്മളത് ഉടുത്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു കെട്ടുന്നതാണെങ്കിലും കുറച്ചുകൂടെ താഴത്ത് നമ്മൾ ആ രണ്ടാമത് അണ്ടർ സ്കേർട്ട് ഇടുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടെ താഴത്തായിട്ടായിരിക്കണം അതിൻ്റെ ഒരു കെട്ട് നമ്മൾ മുറുക്കി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ് ഒരുപാട് ലൂസാക്കാതെ ഇച്ചിരി അയച്ച് കെട്ടാനായിട്ട് പറഞ്ഞത്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് അടുത്ത അണ്ടർ സ്കേർട്ട് ഇടണം. രണ്ടാമത്തെ അണ്ടർ സ്കേർട്ട്, അതായത് നമ്മൾ ഈ പുറത്ത് ഉടുക്കുന്ന അണ്ടർ സ്കേർട്ട് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ആ ഒരു സാരിയുടെ കളർ തന്നെ ആവാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഈ രണ്ടാമത്തെ അണ്ടർ സ്കേർട്ട് കെട്ടുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ആ കെട്ടിയിരുന്നതിന് മുകളിലായിട്ട് വേണം നമ്മൾ ഈ ഒരു അണ്ടർ സ്കേർട്ട് കെട്ടിവെക്കാനായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് കെട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അണ്ടർ സ്കേർട്ട് കെട്ടുന്ന സമയത്ത് നമുക്ക് ഒരു വിരൽ ഓടിക്കാൻ പാകത്തിന് മാത്രം ലൂസ് ഇട്ടിട്ട് മാത്രം ഇത് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഒരുപാട് നമ്മളങ്ങ് ലൂസാക്കി കഴിഞ്ഞാൽ നമ്മൾ സാരി ഉടുക്കുന്ന സമയത്ത് താഴോട്ട് അഴിഞ്ഞ് വരുന്നത് പോലെ നമുക്ക് തോന്നും. ഇനി ഒരുപാട് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോവോ അല്ലെങ്കിൽ നമ്മളൊന്ന് ഇരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വയർ ഒരുപാട് ടൈറ്റായിട്ട് അത് മുറുകി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വിരൽ ഓടിക്കാൻ പാകത്തിന് മാത്രം ലൂസ് ഇട്ടിട്ട് ഈ ഒരു പാവാട കെട്ടിക്കൊടുക്കുക. ഇനി സാരി ഉടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ സാരി ഉടുക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം, ആ ഒരു മുന്താണി ഭാഗത്ത് എത്രമാത്രമാണോ നമുക്ക് ഷോൾഡറിന് ഇറക്കം വേണ്ടത് ആ ഒരു ലെന്ത് നോക്കിയിട്ട് അവിടെ നേരത്തെ തന്നെ ഞാൻ പ്ലീറ്റ്സ് എടുത്ത് വെക്കും. പ്ലീറ്റ്സ് എടുത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ സാരി ഉടുക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ അത് എളുപ്പമായിട്ട് തോന്നാറുണ്ട്. സ്ഥിരമായിട്ട് സാരി ഉടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഉടുക്കുന്ന സമയത്ത് തന്നെ പ്ലീറ്റ്സ് എടുത്താലും മതിയാവും. ഞാൻ ഇതുപോലെ ലെന്ത് നോക്കുന്ന സമയത്ത് മുട്ടിൻ്റെ നമ്മുടെ ആ ഒരു കാലിൻ്റെ മുട്ടിൻ്റെ കുറച്ചും കൂടെ താഴത്തേക്ക് മാറ്റിയിട്ടാണ് ഞാൻ അത്ര ലെന്തിലാണ് ആ ഒരു പ്ലീറ്റ്സ് എടുക്കുന്നത്. അപ്പം ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളായിരിക്കും. കുറച്ച് പേർക്ക് കുറച്ചും കൂടെ താഴത്തേക്ക് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം, കുറച്ച് പേർക്ക് അത്രയും ലെന്തിൽ തുമ്പിടുന്ന ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം. സാരി എടുക്കുമ്പോൾ ഇടതുവശത്തെ ഷോൾഡറിലാണ് നമ്മൾ ആ ഒരു പിൻ ചെയ്ത ഭാഗം വയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉടുത്ത് തുടങ്ങേണ്ടത് നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് വേണം. നമ്മൾ മുണ്ടെടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്നായിരുന്നു നമ്മൾ ഉടുത്ത് തുടങ്ങേണ്ടത്. സാരി ഉടുക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ഉടുക്കണം. അപ്പം ആദ്യമായിട്ട് ഉടുക്കുന്നവരല്ലെങ്കിൽ ഇതൊരു കൺഫ്യൂഷൻ വരുന്നവർ ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും സാരി നമ്മൾ ഷോൾഡറിലേക്ക് വെക്കുന്നത് ലെഫ്റ്റ് ഷോൾഡറിലാണ്. അപ്പോൾ നമ്മൾ ഈ റൈറ്റിൽ നിന്ന് ഉടുത്ത് തുടങ്ങിയാൽ നമുക്ക് ലെഫ്റ്റിലേക്ക് ആ ഒരു മുന്താണി കൊണ്ടുവന്ന് കുത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഓർത്താൽ മാത്രം മതി നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറാനായിട്ട്. റൈറ്റ് സൈഡിൽ നിന്ന് സാരി ഉടുത്ത് തുടങ്ങാം. ഞാൻ 2 അണ്ടർ സ്കേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ അണ്ടർ സ്കേർട്ട് ഞാൻ റൈറ്റ് സൈഡിലായിരുന്നു അത് ടൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ അണ്ടർ സ്കേർട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിലാണ് ടൈ ചെയ്തിട്ടുണ്ട്. അപ്പം കഴിവതും സെയിം സൈഡിൽ തന്നെ 2 അണ്ടർ സ്കേർട്ടും ടൈ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സാരി ടക്കിൻ ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ടാമത് ഉടുത്ത്, അതായത് ഏറ്റവും
പുറത്തായിട്ട് നമ്മൾ ഉടുത്ത ആ ഒരു അണ്ടർ സ്കേർട്ടിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ടക്കിൻ ചെയ്ത് നമ്മൾ സാരിയെല്ലാം ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. റൗണ്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ബാക്ക് സൈഡെല്ലാം നമ്മൾ ആ ഒരു സ്കേർട്ടിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് ആ ഒരു തുമ്പ് വരുന്നത് റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് ആ സ്കേർട്ടിലൊന്ന് കുത്തി കൊടുക്കുക. ഇനി ഈ ഒരു മുന്താണി വരുന്ന ഭാഗം ഒരു റൗണ്ടും കൂടെ നമുക്ക് ചുറ്റിയെടുക്കാം. ചുറ്റിയെടുത്ത് കഴിഞ്ഞ് നമുക്ക് ഈ ഫ്രണ്ടിൽ വരുന്ന പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്താലും നമുക്ക് ആ പ്ലീറ്റ്സ് നന്നായിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് ഓരോ ഞുറുവും ഇതുപോലെ പിടിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ കറക്റ്റായിട്ട് ആ ഞുറു ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടുക്കുന്നതിന് മുൻപായിട്ട് പ്ലീറ്റ്സ് എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്ത് അയൺ ബോക്സ് കൊണ്ട് അല്ലെങ്കിൽ ഹെയർ സ്ട്രൈറ്റ്നർ കൊണ്ട് നന്നായിട്ട് അതൊന്ന് അമർത്തി കൊടുത്താലും അത് നന്നായിട്ട് തന്നെ ഇരുന്നോളും. നന്നായിട്ട് പ്ലീറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിൽ നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത് നോക്കിയിട്ട് ഷോൾഡറിൽ നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ബാക്കി വരുന്ന ലെന്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാതെ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്തൂടെ വലിച്ച് ഇങ്ങനെ ആ ഒരു ബോർഡർ വരുന്ന രീതിയിൽ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാം. നേരത്തെ തന്നെ നമ്മൾ ഒരു തുമ്പി റൈറ്റ് സൈഡിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് പ്ലീറ്റ്സ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ഇതുപോലെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഈ ബാക്കിൽ നിന്ന് വലിച്ചെടുത്ത് നമ്മളിങ്ങനെ കൊണ്ടുവരുന്ന ആ ഒരു തുമ്പ് കൊണ്ടുവന്നിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ആ ഒരു തുടയുടെ ഭാഗത്തായിട്ട് നമുക്കൊരു പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം നന്നായിട്ട് നമുക്ക് ഈ ഒരു ബോർഡർ ആ വയറിൻ്റെ ഭാഗം കവർ ചെയ്തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ബോർഡർ വരുന്നതിൻ്റെ തുമ്പത്തായിട്ട് പിൻ ചെയ്യുക. അല്ലായെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങോട്ട് നീക്കി പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ മടങ്ങി വരും. അപ്പോൾ അതൊരു അഭംഗിയായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഭംഗിയിൽ വരാനായിട്ട് ഈ ഒരു റൈറ്റ് തുടയുടെ മുകളിലായിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. സാരി ഉടുക്കുന്നൊരു സമയത്ത് മിക്ക പേർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് നമ്മൾ ഒരുപാട് വിയർത്ത് കഴിയുമ്പോൾ അണ്ടർ സ്കേർട്ട് നമുക്ക് കാലിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ലെഗിങ്സോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പാൻറ്റോ അടിയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ പിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ലെഗിങ്സ് ചേർത്ത് പിൻ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ അണ്ടർ സ്കേർട്ടിൽ മാത്രം പിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ലെഗിങ്സ് ഒക്കെ ചേർത്ത് പിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ ഭംഗിയായിട്ട് ആ ഒരു സൈഡിലായിട്ട് ബോർഡറിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ആ ബോർഡർ ഇരിക്കാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് എടുക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഫ്രണ്ടിൽ ഇത്രയും ഭാഗമാണ് നമുക്ക് പ്ലീറ്റ്സ് എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ പ്ലീറ്റ്സ് എടുക്കുന്നതിന് മുൻപായിട്ട് ഇത് ഈ പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ഇത്രയും ഭാഗം നമ്മളൊന്ന് വിട്ടിട്ട് വേണം ബാക്കി ഫ്രണ്ടിൽ പ്ലീറ്റ്സ് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് വലുതോ ചെറുതായിട്ടുള്ള പ്ലീറ്റ്സ് നമുക്ക് എടുത്ത് കൊടുക്കാം. ഫുൾ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ റൈറ്റ് സൈഡിൽ നിന്ന് ടക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തും കൂടെ ലൂസ് ആക്കിയിട്ട് വേണം നമ്മൾ പ്ലീറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് വരുമ്പോൾ വരുന്നൊരു പ്രശ്നം ഇതുപോലെ നമ്മൾ ഫുൾ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഈ ഏറ്റവും ഫ്രണ്ടിലായിട്ട് വരുന്ന ആ ഒരു പ്ലീറ്റ് ഇച്ചിരി വലിഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ പ്ലീറ്റ് എടുത്ത് കുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ കറക്റ്റ് ഒരു ഞുറു പോലെ കിടക്കാതെ ഇച്ചിരി വലിഞ്ഞ് നിൽക്കും. അപ്പോൾ അതിന് കൊണ്ടൊരു ടെക്നിക്ക് ഈ ഒരു വലിഞ്ഞ് നിൽക്കുന്ന ഞുറുവും അതിന് തൊട്ട് മുൻപായിട്ട് വരുന്ന ഞുറുവും കൂടെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുത്തിട്ട് മറ്റു ഞുറു നമ്മൾ എടുത്തതിനേക്കാട്ടിൽ കുറച്ചും കൂടെ വീതിക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ വലുപ്പത്തിൽ ഒരു ഞുറു അങ്ങ് എടുത്ത് കൊടുത്താൽ മതി ഏറ്റവും ഫ്രണ്ടിലായിട്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ആയി കിട്ടും. അപ്പോൾ മറ്റുള്ളത് എടുക്കുന്ന ആ ഒരു ലെന്തിനേക്കാട്ടിൽ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള രീതിയിൽ നമ്മൾ ഞുറു എടുത്ത് കൊടുക്കുക. ഇനി ഈ ഞുറുവെല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കൊടുക്കുന്നവരാണ് അല്ലെങ്കിൽ ഇതത്ര വശമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ മുകൾ ഭാഗത്തായിട്ട് എല്ലാ ഞുറുവും കൂടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മാറാതെ ഉടഞ്ഞു പോകാതെയൊക്കെ ഇരിക്കാനായിട്ടും സഹായിക്കും. ഇനി സാരി ഉടുക്കുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല അല്ലെങ്കിൽ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് പിടിച്ചു തരാൻ ആരുമില്ല അല്ലെങ്കിൽ അങ്ങനെ അറിയാവുന്നവരാരും ഇല്ല എന്നുണ്ടെങ്കിൽ താണ്ട് ഇതുപോലെല്ലാം നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇതുപോലൊന്ന് കുടഞ്ഞു കൊടുത്താൽ നമുക്ക് എത്ര ഒതുങ്ങാത്ത സാരി ആണെങ്കിലും കറക്റ്റായിട്ട് അത് നമുക്ക് പ്ലീറ്റ്സ് എല്ലാം അറേഞ്ച് ആയിട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടോ, നന്നായിട്ട് നമുക്കതെല്ലാം അറേഞ്ച് ആയിട്ട് വരും. ഇനി നമുക്ക് ഇത് പിൻ ചെയ്ത് കൊടുക്കണം. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് പിൻ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ അകത്തേക്ക് ടക്കിൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇത് നന്നായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ബാക്കി വരുന്ന ഭാഗത്തായിട്ട് നമ്മൾ അകത്തേക്ക് ആ ബാക്കി വരുന്ന ആ ഒരു സാരി വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ബാക്കി ഞുറു ഇനി അകത്തേക്ക് കുത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കുത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് നമ്മുടെ ആ ഒരു ബെല്ലി ബട്ടൺ വരുന്ന പൊസിഷനിലാണ് അത് ടക്കിൻ ചെയ്ത് കൊടുക്കാറുള്ളത്. ചിലത് കുറച്ചുകൂടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ചിലരൊക്കെ ടക്കിൻ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചെയ്ത് കൊടുക്കാം. ആ ഒരു ബെല്ലി ബട്ടൻ്റെ ഭാഗത്താകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് നല്ല അറേഞ്ച് ആയിട്ടിരിക്കാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്കതൊന്ന് അറേഞ്ചായി വരും. ഇനി ഈ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ ലൂസായിട്ട് കുറച്ച് മെറ്റീരിയൽ കിടപ്പുണ്ടായിരിക്കും. അതിനും വഴിയുണ്ട്. നമ്മളിതുപോലെ ഫ്രണ്ടിൽ ടക്കിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സൈഡിൽ കുറച്ച് ഭാഗം കൂടെ നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുക്കാനായിട്ട് വരും. അപ്പോൾ ആ ഒരു ഭാഗത്തൂടെ
നമ്മൾ കൈ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അകത്തേക്ക് ഇട്ട് കൊടുത്ത് ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് ഇപ്പുറത്തുനിന്നും കൈ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഭാഗം നമുക്ക് ലൂസായിട്ട് കിട്ടും. നമ്മൾ ആ പിൻ ചെയ്തതിന് ശേഷമുള്ള ഭാഗം നമുക്ക് കിട്ടും. അപ്പോൾ അത് അകത്തും നമ്മൾ ഇതുപോലെ അകത്തേക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഈ ലൂസായിട്ട് കിടക്കുന്ന ഭാഗമെല്ലാം നല്ല ടൈറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ ടൈറ്റ് ആവുന്ന സമയത്ത് നമ്മൾ അവിടെ ഓരോ പ്ലീറ്റ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയിൽ ആ സൈഡ് ഇരിക്കാനായിട്ട് സഹായിക്കും. ഇവിടെ നമ്മൾ അകത്തേക്ക് ആ വലിക്കുന്ന സമയത്ത് ഇങ്ങനെ മടങ്ങി വരുന്ന ഭാഗങ്ങൾ നന്നായിട്ട് ഇതുപോലെ ഓരോ പ്ലീറ്റ്സ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നല്ല വൃത്തിയായിട്ടിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ സാധാരണ എല്ലാവർക്കും സാരി ഉടുക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് ചില പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു റെമഡിയാണിത്. അപ്പോൾ ഈ ഒരു ഭാഗം നന്നായിട്ട് ഇതുപോലെ നമുക്ക് ആ ഓരോ പ്ലീറ്റ്സ് വരുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ആ ഭാഗമൊക്കെ നമുക്ക് നല്ലതായിട്ടിരിക്കാനായിട്ട് സഹായിക്കും. ഉള്ളിലേക്ക് നമ്മളൊരു കൈ ഇട്ടിട്ടാണ് ആ ഒരു സൈഡ് പ്ലീറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു അണ്ടർ സ്കേർട്ടിലേക്ക് നമുക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി ഈ ബാക്കി വരുന്ന ഭാഗം നമുക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് തുണി എക്സ്ട്രാ ആയിട്ട് കിടപ്പുണ്ടായിരിക്കും. അത് നമ്മൾ കറക്റ്റ് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് പിൻ ചെയ്ത് കൊടുക്കാതെ അതിങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കിയിട്ട് അണ്ടർ സ്കേർട്ടിലേക്ക് നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുത്താൽ ആ ഒരു ചുളുവോ അതൊന്നും അറിയാതായിട്ടിരിക്കും. അപ്പോൾ നമ്മളിത് ഷോൾഡറിലേക്ക് ഇടുന്ന ആ ഒരു ഭാഗം വന്ന് മറയുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് ആ ബാക്ക് സൈഡിലായിട്ട് ആ ഒരു ചുളുക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അറിയാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റൈറ്റ് സൈഡിൽ കഴിവതും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാതെയായിട്ടിരിക്കണം. ഇവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചുരുട്ടി വെക്കാതെ അകത്തേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് ഷോൾഡറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പ്ലീറ്റ്സ് അഥവാ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ തിരിക്കാനായിട്ട് സഹായിക്കും. ഇതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന കൂട്ടത്തിൽ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു പ്ലീറ്റ്സൊക്കെ മാറിയിരിക്കും. അപ്പോഴാണെങ്കിൽ നമ്മളിതുപോലെ കൈകൊണ്ട് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടിരിക്കാനായിട്ട് സഹായിക്കും. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് നമുക്കിതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഷോൾഡറിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കാനായിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കാനായിട്ട് സഹായിക്കും. ഇത്രയും വൃത്തിയായിട്ടിരിക്കാനായിട്ട് നമ്മൾ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് കുത്തുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഈ ഒരു തുമ്പ് ഭാഗം വേണമെന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അഴിച്ചിടുന്ന ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയാണെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയായിട്ട് സാരി ഉടുക്കാനെടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡും കൂടെ നമുക്ക് കവറായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഏറ്റവും പുറമേ വരുന്ന ഒരു പ്ലീറ്റ്സ് ജസ്റ്റ് നമ്മളിങ്ങനെ മാറ്റി കൊടുത്തിട്ട് അതിന് തൊട്ട് മുൻപ് വരുന്ന ആ ഒരു പ്ലീറ്റിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈഡിലായിട്ട് ഈ ഭാഗത്തായിട്ടൊരു പിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു പിന്ന് കാണാതിരിക്കാനായിട്ട് അതുപോലെ തന്നെ ഈ സൈഡ് നമ്മൾ സാരി മാറിയാലും ആ ഒരു സൈഡ് കവറായിട്ടിരിക്കാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. ഇതുവരെ തനിയെ സാരി ഉടുത്തിട്ടില്ലാത്തവരോ അല്ലെങ്കിൽ ഉടുക്കാൻ അറിയാൻ വയ്യാത്തവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടിപ്സൊക്കെ യൂസ് ചെയ്ത് ഇനിയൊന്ന് സാരി ഉടുത്ത് നോക്കാം. നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ആണെങ്കിലും ഹിപ്പ് പ്ലീറ്റ്സ് ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയായിട്ടിരിക്കാനായിട്ട് ഈ ടിപ്സൊക്കെ യൂസ് ചെയ്താൽ സാധിക്കും. വണ്ണം കുറഞ്ഞവരാണെങ്കിൽ പോലും ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഡബിൾ അണ്ടർ സ്കേർട്ടിൻ്റെ ടിപ്സ് വെച്ചിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ അണ്ടർ സ്കേർട്ട് യൂസ് ചെയ്തിട്ടോ നമുക്ക് വണ്ണക്കുറവ് അറിയാതെ നല്ല ഭംഗിയായിട്ട് നല്ല ഷേപ്പിൽ സാരി ഉടുക്കാനായിട്ട് സഹായിക്കും.